ഞാൻ എൻ്റെ പാർട്ട്ണറിനോട് ഒരു വിശ്വാസക്കേടും കാട്ടിയിട്ടില്ലെങ്കിലും ആൾക്ക് എപ്പോഴും എന്നോട് ഒരു വിശ്വാസക്കുറവുള്ളതുപോലെയാണ്. ഞങ്ങൾക്കിടയിൽ ഒരു വല്ലാത്ത രീതിയിൽ തന്നെ ട്രസ്റ്റ് ഇഷ്യൂസ് പ്ലേ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ചിലരെങ്കിലും പറയാറുണ്ട് ബന്ധങ്ങളിൽ തങ്ങളുടേതായ നിലയിൽ അവർക്കറിയില്ല എന്ത് വിശ്വാസക്കേടാണ് പങ്കാളിയോട് കാട്ടിയത് എന്ന്. ഒരു പക്ഷേ നിങ്ങൾ കുഞ്ഞു കുഞ്ഞു വാഗ്ദാനങ്ങളൊക്കെ നൽകിയിട്ട് അതൊന്നും പാലിക്കാതെ പോയതിൻ്റെതാകാം. ഇനി അതും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്യൂ ആയിരിക്കില്ല. പങ്കാളിയിൽ ചൈൽഡ്ഹുഡിലെ ചില വൂണ്ടുകൾ ഉണ്ടായിരിക്കും. കുട്ടിക്കാലം മുതൽ അനുഭവിച്ചിട്ടുള്ള വിശ്വാസക്കേടിൻ്റെതായിട്ടുള്ള, ആരെയും വിശ്വസിക്കാൻ കഴിയാത്തതായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും. അത് ഉറപ്പായിട്ടും വിശ്വാസക്കേടായിട്ട് തന്നെയായിരിക്കും റിലേഷൻഷിപ്പിൽ നിൽക്കുക. അവർ ഇന്നർ ചൈൽഡൊന്നും ഹീൽ ചെയ്തിട്ടല്ല ഈ ബന്ധത്തിൽ വന്നതെങ്കിൽ. പിന്നെയോ പാസ്റ്റ് റിലേഷൻഷിപ്പിൽ അവരനുഭവിച്ചിട്ടുള്ള ട്രോമ അതും പ്രോപ്പറായിട്ട് ഹീലായിട്ടില്ല എന്നുണ്ടെങ്കിൽ വിശ്വാസക്കുറവ് പോലെ വരും. അതുമാത്രമല്ല, പങ്കാളിയിലുള്ള ഇൻസെക്യൂരിറ്റീസ്, അവർ മനസ്സിലാക്കിയിട്ടുള്ള ഇൻസെക്യൂരിറ്റീസ് ഉണ്ടായിരിക്കും. അവർ തന്നെ ഇമാജിൻ ചെയ്തതായിരിക്കും, അല്ലെങ്കിൽ റിയൽ ആയിട്ട് അവർക്ക് ഉള്ളതായിരിക്കും. അത്തരം ഇൻസെക്യൂരിറ്റീസ് കാരണം ഇവർക്ക് ബെറ്റർ ആയിട്ടുള്ള ഒന്നും കിട്ടില്ലേ, താൻ അത്ര ഓക്കെ അല്ല, അല്ലെങ്കിൽ എൻ്റെ സെൽഫ് വർത്ത് ഈ റിലേഷൻഷിപ്പിൽ അത്ര നന്നല്ല എന്നൊക്കെ തോന്നുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന രീതിയിൽ റിലേഷൻഷിപ്പിൽ വിശ്വാസക്കേട് ഭയങ്കരമായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാറുണ്ട്. അപ്പം നിങ്ങൾ നിലവിൽ വിശ്വാസക്കേട് കൊടുക്കണം എന്നൊന്നുമില്ല. പക്ഷെ പങ്കാളിയുടെ ട്രോമ ട്രിഗേഴ്സ്, ഇന്നർ ചൈൽഡ് വൂണ്ട്, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണം. എപ്രകാരമാണ് ആ ട്രോമ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഒന്ന് സ്വാധീനിക്കാൻ പോകുന്നത്, പ്രോപ്പറായിട്ട് ഹീൽ ചെയ്യേണ്ടതാണെങ്കിൽ അവർക്ക് അതിന് വേണ്ട സപ്പോർട്ടൊക്കെ കൊടുക്കുകയാണ് ചെയ്യാനുള്ളത്.